ഷാനവാസ് ഒരു ഊളയാണ് 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 എന്ന് ഞാൻ 100 തവണ പറയും. ഷാനവാസിൻ്റെ ഫാൻസ് വന്ന് എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല, ഷാനവാസ് ഒരു ഊളയാണെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് തെളിയിച്ചു കഴിഞ്ഞു. കാരണം കൂടെയുള്ള പെണ്ണുങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവ് നോക്കിയിട്ട് കേരളത്തിലെ സംസ്കാരം ഇതല്ല എന്നും പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് മുംബൈയിൽ നിന്നും വന്ന, അതായത് ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ട് വന്നിട്ടുള്ള ജിസ്ലിയോ പുള്ളിക്കാരത്തിനെ നോമിനേറ്റ് ചെയ്ത് എന്ത് പറഞ്ഞിട്ടാണ്? അയ്യോ കേരളത്തനിമയുള്ള ഡ്രസ്സ് ഇടുന്നില്ല. എന്തൂളയാടോ താനൊക്കെ ബിഗ് ബോസിൽ വന്നിട്ട് എന്ത് തേങ്ങ മറിക്കാനാണ്, എന്ത് മല മറിക്കാനാണ്? ഷാനവാസിനെ കുറിച്ചൊന്നും ഇങ്ങനെയല്ല വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ജിസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ജിസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ഈ പറയുന്ന പെൺകുട്ടീനെ അവരുടെ വസ്ത്രവിധാനങ്ങൾ കറക്റ്റ് അല്ല എന്നും പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യണമെങ്കിൽ, അതും ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ, ഈ പറയുന്ന ഷാനവാസ് ഇവിടെ ഈ റൂമിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എല്ലാവരുടെയും ഡ്രസ്സിൻ്റെ അളവായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അമ്മാതിരി ഡയലോഗാണ് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് ഇയാൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ സംഭവങ്ങൾ ഇതായിരുന്നു. ഷാനവാസിൻ്റെ തുണിയുടെ അളവെടുക്കൽ, അതായത് ഷാനവാസിൻ്റെ തുണീൻ്റെ അല്ല, ഷാനവാസ് മറ്റുള്ളവരുടെ തുണിയുടെ അളവെടുക്കുന്ന പരിപാടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസ് വന്ന് കയറിയ ഉടനെ തന്നെ എല്ലാവരുടെയും ഈ തുണീൻ്റെ അളവെടുക്കലായിരുന്നു എന്നുള്ളത് ഇന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഷാനവാസ് ഇന്ന് നോമിനേറ്റ് ചെയ്തത് ഈ പറയുന്ന ജിസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ്. അതിനുള്ള കാരണം പറഞ്ഞത് ഈ തുണീൻ്റെ അളവ്. ഓക്കെ, അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണുസുധീൻ്റെ തലവേദന. രേണുസുധിക്ക് ഒരു തലവേദന വന്നാൽ പോലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് പ്രശ്നമാണ്. അതപ്പോൾ തന്നെ നുണയാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കും. എന്ത് നുണ എന്ന് പറഞ്ഞത് സത്യമായിരിക്കും. കാരണം രേണുസുധി ഇതുവരെ പറഞ്ഞതെല്ലാം നുണകളാണല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ അഭിശ്രീ ആണെങ്കിലും അപ്പാനും ശരത്താണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് അഭിശ്രീ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നാണ് പറഞ്ഞത്? എൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. ഈ അഭിശ്രീനെ കുറിച്ച് അറിയാമല്ലോ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് അഭിശ്രീൻ്റെ വലിയ തമാശയാണ്. കാരണം വെച്ചാൽ അഭിശ്രീ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, അഭിശ്രീ എന്നല്ല അഭിലാഷ് എന്നാണ് പേര്, പക്ഷേ ടിക്ടോക്കിലൊക്കെ ഉള്ള പേര് എന്ന് പറഞ്ഞാൽ അഭിശ്രീയാണ്. അപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് ടിക്ടോക്ക് എല്ലാം കഴിഞ്ഞ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതിന് ശേഷം സ്വന്തം ഭാര്യനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് എയറിൽ പോയ ഒരാളാണ് ഈ പറയുന്ന അഭിലാഷ്. ഇതേ അഭിലാഷ് ഈ ബിഗ് ബോസിലേക്ക് വന്നത് തന്നെ എന്തിനാണ്? തൻ്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്ന് അഭിലാഷ് ചെയ്തത് എന്താണ്? രേണുസുധീൻ്റെ പുറകെ നടന്നിട്ട് അലമ്പാക്കുമായിരുന്നു. എന്തിനായിരുന്നു? ഒരു കാര്യമില്ല. അതായത് രേണുസുധിക്ക് തലവേദനയാണ് അതുകൊണ്ട് മാറി നിന്നു എന്ന് പറഞ്ഞതിന് രേണുസുധീൻ്റെ പുറകെ നടന്നിട്ട് അലമ്പ്. അതിൻ്റെ വാലെ പിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള അപ്പാനി ശരത്ത്. ഈ അപ്പാനി ശരത്തൊക്കെ ആദ്യത്തെ ആഴ്ച തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഇങ്ങനെ ഡയലോഗോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രാമയൊന്നും കളിക്കേണ്ട യാതൊരു കാര്യമില്ല. പതിയെ മതി. എന്തിനാണ് ഇമ്മാതിരി ഈ ഒരു സ്പീഡ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം വന്നിട്ട് ഇങ്ങനെ അലമ്പാക്കാൻ വേണ്ടി നിൽക്കുന്നത്? അപ്പോൾ അഭിശ്രീൻ്റെ ഈ പറയുന്ന ദേഷ്യമൊന്നും കുറയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ്, അതായത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഇവർ കുളമാക്കിയിട്ടുണ്ട്. കൊള്ളാം. എന്തായാലും ബിഗ് ബോസ് ഇവർക്ക് ഒരു 8ൻ്റെ പണി അല്ലാത്ത 7ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. കാരണം അനീഷിനെ പിടിച്ച് ക്യാപ്റ്റനാക്കി. അനീഷിനെ നിങ്ങൾ ഒരിക്കലും ഇപ്പോഴേ പുറത്താക്കരുത്. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം രതീഷ് ഇതേപോലെ ആദ്യത്തെ ആഴ്ച വന്നിട്ട് കുറേ ഇതേപോലെ പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ചീത്തവിളിയും പല ഉഡായ്പ പരിപാടികളെല്ലാം ചെയ്തിട്ട് അന്നേരം പിടിച്ച് പുറത്താക്കി. അതായത് എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ആളെ ആദ്യത്തെ ആഴ്ച തന്നെ പിടിച്ചങ്ങോട്ട് പുറത്താക്കി. ശരിയാണ്, കുറച്ച് ഇറിറ്റേറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു സംഭവം വേണ്ടേ? അതായത് ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ആരെങ്കിലൊക്കെ വേണ്ടേ? പക്ഷെ അനീഷ് ഈ കഴിഞ്ഞ 6 സീസണും കണ്ടിട്ടും ഈ ഒരു സ്ട്രാറ്റജി എന്തിനാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സ്ട്രാറ്റജി എല്ലാം കഴിഞ്ഞ കുറേ സീസണുകളിൽ പലരും പരീക്ഷിച്ച് ചിലർ വിജയിച്ചു, ചിലർ അതിൻ്റെ പേരിൽ പുറത്താവുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൽ രതീഷിൻ്റെ അവസ്ഥ ഈ പറയുന്ന അനീഷിന് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ല നിർത്താൻ വേണ്ടി പറയുന്നത്. പക്ഷേ
ഇതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന അനീഷിനെ പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ജാസ്മിനും ഗബ്രിയൊക്കെ ചെയ്ത പോലെ അവസാനം ബിഗ് ബോസിന് ചെയ്യേണ്ടി വരും. അതായത് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് കാമുകനും ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് കാമുകയാക്കിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ 10-60 എപ്പിസോഡ് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് അവസാനം ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് പുറത്താക്കിയിട്ട് പിന്നെ അവിടെ കിടന്നിട്ട് മെഴുകേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രതികരിക്കുന്ന, അതായത് എല്ലാത്തിനും പ്രതികരിച്ചോട്ടെ, എന്തിനും പ്രതികരിച്ചോട്ടെ, ഇങ്ങനെയുള്ളവർ അവിടെ നിൽക്കട്ടെ. എന്തിനാണ് വെറുതെ അവരെ പിടിച്ച് പുറത്താക്കുന്നത്? കാരണം വെറുതെ ഉറങ്ങിക്കിടക്കുന്ന വീടിനെ ഉണർത്തുന്നത് ഇവരെ പോലുള്ളവരാണ്. ഈ പറയുന്ന അഭിശ്രീ ആണെങ്കിലും ശരി, അനീഷ് ആണെങ്കിലും ശരി, എല്ലാത്തിനും കയറി വള്ളി പിടിക്കട്ടെ. പിന്നെ അല്ലാണ്ട് ബിഗ് ബോസ് അല്ലേ, കുറച്ച് അടിയിടിയെല്ലാം വരട്ടുന്നത്. അല്ലാണ്ട് പിന്നെ ഒന്നാമത്തെ ആഴ്ച തന്നെ ഇവരെല്ലാം പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ ആര് എന്ത് കാണാൻ വേണ്ടി, സീരിയൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറേ എണ്ണം വന്ന് കയറിയിട്ടുണ്ട്. ഇവരെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ? ഒന്നും നടക്കില്ല. ഷാനവാസിൻ്റെ മനസ്സിലിപ്പോൾ നമ്മൾ ആദ്യം കണ്ടതാണ്. പിന്നെ ബാക്കിയുള്ളവർ ആരാളുള്ളത്? ഹനിമോള കുറേ ക്യൂട്ട്നെസ് വാരി വെതറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെ ആരാളുള്ളത്? കുറേ ബിന്നിയുണ്ട്. പിന്നെ റെന ഫാത്തിമ കൊള്ളാം. റെന ഫാത്തിമേനെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് കുറേ ഇതാക്കാൻ വേണ്ടി നോക്കി. അതിൻ്റെ പേരിൽ റെന ഫാത്തിമ ഈ പറയുന്ന മുൻഷീനെ നോമിനേറ്റും ചെയ്തിട്ടുണ്ട്. അത് കലക്കം പരിപാടിയാണ്. കാരണം വെച്ചാൽ ഒരാളെയും ഈ പറയുന്ന പ്രായത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് അളക്കാൻ വേണ്ടി പാടില്ല. മുൻഷി വന്ന ഉടനെ തന്നെ, മുൻഷി ഒരു പട്ടാള ചിട്ടക്കാരനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ ഒരു തന്തവൈവാണ്. ഈ ചങ്ങായി വന്നിട്ട് നീ ചെറുതല്ലേ, നീ വലുതല്ലേ, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഇതാക്കാൻ വേണ്ടി നോക്കും. പക്ഷേ അതിലൊന്നും വീഴാതെ റെന ഫാത്തിമ കട്ടയ്ക്ക് നമ്മുടെ മുൻഷി രഞ്ജിത്തുമായിട്ട് പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. രേണുസുധീൻ്റെ തലവേദന, അത് മൊത്തം വീട്ടുകാർക്കും തലവേദനയായി. പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെ ഈ പറയുന്ന തുണിക്കച്ചവടം, പിന്നെ ഈ പറയുന്ന മുൻഷി രഞ്ജിത്തിൻ്റെ ഈ പറയുന്ന ഏജിൻ്റെ പരിപാടി. അതായത് പ്രായം പറഞ്ഞിട്ട് നീ ചെറുതല്ലേ, നീ ചെറിയ കുട്ടിയല്ലേ, എൻ്റെ എന്താ പറയുക എപ്പിസോഡിൻ്റെ, അതായത് മുൻഷിയുടെ എപ്പിസോഡിൻ്റെ അത്ര പോലും നിനക്ക് വയസ്സില്ലല്ലോ, ആ ഒരു രീതിയിലുള്ള പരിപാടി. പിന്നെ ബിഗ് ബോസ് ഹൗസ് ആകുമ്പം കുറച്ച് അടി ഇടി തൊഴി പരിപാടിയൊക്കെ വേണമല്ലോ, തെറിവിളിയൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അനീഷിനെ ആണെങ്കിലും മുൻഷി രഞ്ജിത്തിനെ ആണെങ്കിലും ഇരിക്കട്ടെന്ന് കുറച്ച് നാൾ ഇരിക്കട്ടെ. കുറേ വാഴകളായിട്ട് അവിടെ എവിടെ നടക്കുന്നവരെല്ലാം ഒഴിവാക്കുക. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എല്ലാത്തിനും കയറി പ്രതികരിക്കുന്നവരെ ആദ്യം തന്നെ പിടിച്ച് പുറത്താക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രേക്ഷകർ എന്തായാലും ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള 2 കലാപരിപാടികളാണ്. ഒന്ന് ക്യാപ്റ്റൻസി ടാസ്കും, പിന്നൊന്ന് ഈ പറയുന്ന നോമിനേഷനിൽ നമ്മുടെ അനുമോളുണ്ട്, ശാരികയുണ്ട്, രേണുസുധിയുണ്ട്, നെവിനുണ്ട്, ആര്യനുണ്ട്, മുൻഷി രഞ്ജിത്തുണ്ട്, ശൈത്യയുണ്ട്, ജിസ്ലിയുണ്ട്. പാവം ജിസ്ലിക്കാണെങ്കിൽ ആരോടും ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും എന്താ പറയുക കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. കാരണം മലയാളം കൊഞ്ചം അല്ലേ അറിയൂ, അതായത് കുച്ചു ഹോത്താഹെ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ജിസ്ലി എങ്ങനെ ഇവിടെ പിടിച്ചു വെക്കും എന്നുള്ള കാര്യത്തിൽ കുറച്ച് പാടാണ്. പക്ഷേ ജിസ്ലി ടാസ്കിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പം അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 1 ടാസ്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജിസ്ലി ഈ മലയാളം സീസണിൽ വന്നതിന് ശേഷം ടാസ്കുകൾ അടിപൊളിയാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന അനിമോളിനൊക്കെ വേണേൽ ആദ്യം തന്നെ തട്ടിക്കോ, ഒരു കാര്യമില്ല, ഉറപ്പാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, അനിമോളൊക്കെ വെറുതെ വന്നിട്ട്, കാരണം ഒന്നാമത് പുറത്ത് കുറച്ച് ഫെയിമും കുറച്ച് എന്താ പറയുക ഫാൻസൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒതുങ്ങി സൈഡിൽ എവിടെയെങ്കിലും മൂലക്കൂടെ ഇങ്ങനെ പോയി ഒരു 50-60 ദിവസം, അല്ലെങ്കിൽ പോട്ട് 99ാമത്തെ ദിവസം വരെ വേണം നിർത്തും. കാരണം കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വെതറി അങ്ങനെ നിർത്തിക്കും. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് ബിഗ് ബോസ് ഹൗസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളിക്കാൻ അറിയാത്തവരെ പിടിച്ച് പുറത്താക്കുക, അല്ലാതെ പ്രതികരിക്കുന്നവരെയും ഇതേപോലെ എന്താ പറയുക എന്തിനും ഏതിനും ഒച്ചപ്പാടാക്കുന്നവരെ പിടിച്ച് പുറത്താക്കാതെ ഇരിക്കുക. അത് തന്നെയാണ് പറയാനുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ സീസൺ കണ്ടതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. സത്യം ശരിയാണ്, കഴിഞ്ഞ സീസണിൽ രതീഷ് എന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സംഭവം ശരിയാണ്, ഒരാഴ്ച കൊണ്ട് തന്നെ പൊളിച്ച് കൈ തന്നതാണ്. അത് നമുക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കയറി വരുന്നൊരു സ്വഭാവം തന്നെയാണ്. പക്ഷേ അയാൾ പോയ പിന്നെ എന്തായിരുന്നു, വെറുതെ ഒരു ഓണവില്ലും പിന്നെ കുറച്ച് ഡ്രാമയും കുറച്ച് എന്താ പറയുക റിലേഷൻഷിപ്പും പരിപാടികളും. അതിലൊന്നും കാര്യമില്ലാന്ന്. നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും നമുക്ക് കുറച്ച് കണ്ടൻറ്റെല്ലാം കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷേട്ടൻ, സ്ത്രീവിരുദ്ധനായിട്ടുള്ള അനീഷേട്ടൻ, പക്ഷേ സ്ത്രീവിരുദ്ധതയൊന്നും ഇതുവരെ പറയുന്നത് കണ്ടിട്ടില്ല. കാരണം രേണുസുധിക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത്, രേണുസുധിക്ക് തലവേദനയാണെന്നും പറഞ്ഞ് പ്രശ്നമാക്കിയ സമയത്ത് ഈ പറയുന്ന അനീഷായിരുന്നു രേണുസുധിക്ക് വേണ്ടിയിട്ട് അവിടെ വക്കാലത്ത് ഏറ്റെടുത്തത്.
അപ്പാനി ശരത്തിൽ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പാനി ശരത്തിനൊന്നും ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ച്. ഒന്നാമത്തെ ദിവസം തന്നെ വന്നിട്ട് വെറുതെ അലമ്പാക്കാൻ വേണ്ടി, അതൊക്കെ പണ്ട് മണിക്കൂട്ടനെ കണ്ടുപിടിക്കുക. പണ്ട് മണിക്കൂട്ടൻ വന്നിട്ട് എന്താ ആദ്യത്തെ 2-3 ആഴ്ച ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് അവസാനമായപ്പോഴാണ്, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം, അവസാനമായപ്പോഴാണ് ഞാനിവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീതി തന്നെ മണിക്കൂട്ടൻ വരുത്തിയത്. അപ്പം അപ്പാനി ശരത്ത് അതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പം, അതായത് ആദ്യം തന്നെ വന്ന് ഇതാക്കി, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച പോയാലോ എന്ന് വിചാരിച്ച്. അപ്പാനി ശരത്തിനൊന്നും ആദ്യം വിടൂല, ഉറപ്പാണ്. ഇപ്പം 1 വോട്ട് പോലും കിട്ടിയില്ലെങ്കിലും അപ്പാനി ശരത്തിനൊക്കെ ഒരു 10-50 എപ്പിസോഡ് അല്ലെങ്കിൽ 60 എപ്പിസോഡ് വരെയെങ്കിലും നിർത്തും. കാരണം കൂട്ടത്തിൽ കുറച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ളത് ഈ പറയുന്ന അപ്പാനി ശരത്താണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അനിമോളാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പേരാണ്. അപ്പോൾ അനിമോള് ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്യൂട്ട്നെസ്സും വാരി വിതറും. പിന്നെ ശാരികയും രേണുസുധയും കൂടി ഒത്തോണ്ട് ഉള്ളിൽ കളിക്കും എന്നുള്ള ആ ഒരു പ്രഡിക്ഷനായിരുന്നു പുറത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റത്തെ ആഴ്ച തന്നെ നമ്മുടെ ശാരിക നമ്മുടെ ഇവക്കിട്ട്, അതായത് രേണുസുധിക്കിട്ട് പണി കൊടുത്തു. രേണുസുധിക്കിട്ട് കൊടുത്ത പണി എന്ന് പറയുന്നത് നോമിനേഷനിലിട്ടു ആര്, നമ്മുടെ ശാരിക. പക്ഷെ ശാരികയ്ക്കെതിരെ അനീഷ് പറഞ്ഞ ആ ഒരു പോയിന്റ്, അത് പുറത്ത് നടന്നൊരു സംഭവം ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഇവർ ചർച്ച ചെയ്തല്ലോ. അതായത് ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞ് ഇത്രയും നാളും ഡയലോഗ് അടിച്ചുകൊണ്ട് നടന്നിരുന്ന ശാരിക അത് എന്തായിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞിട്ട് ശാരിക വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ കൂവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി, അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന പരിപാടിയാണല്ലോ, ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് ഇവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നുള്ള കാര്യം അനീഷിനോട്, അത് വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നു, പക്ഷേ അനീഷിനോട് പറഞ്ഞത് അത് നാട് മൊത്തം അറിയിച്ചിട്ടുണ്ട്. അത് അനീഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ശാരിക എന്ന് പറയുന്നത് എന്തിനും ഏതിനും എന്താ പറയുക ചോദ്യം ചെയ്യുന്ന ഒരാളെന്നുള്ള ആ ഒരു സെറ്റപ്പിൽ തന്നെ നിന്നേനെ. പക്ഷേ ശാരിക അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അനീഷിൻ്റെ വായിൽ നിന്നും ഇമ്മാതിരി ഒരു പണി. എന്തായാലും 7ൻ്റെ പണി ശാരികയ്ക്ക് അനീഷ് കൊടുത്തിട്ടുണ്ട്. സത്യം പറയാലോ, അനീഷിനെ എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അനീഷ് നിൽക്കട്ടെന്ന് കുറച്ച് നാൾ, അത്രേ ഉള്ളൂ. അനീഷിൻ്റെ സ്വഭാവം നല്ലതാണെന്നോ അല്ലെങ്കിൽ അനീഷ് കിടിലനാണെന്നോ അനീഷ് രാജാവാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അനീഷ് ഈ ബിഗ് ബോസിലുണ്ടെങ്കിൽ കുറച്ച് കലാപരിപാടികൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഷാനവാസിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഷാനവാസ് നമ്മുടെ ഈ കുട്ടീൻ്റെ, അതായത് ജിസ്ലിയുടെ ഡ്രസ്സിൻ്റെ അളവിനെക്കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഓക്കെ. പക്ഷേ ഇത് പറയുമ്പോൾ ഷാനവാസ് എന്തായിരുന്നു അവിടെ ധരിച്ചിട്ടുണ്ടായിരുന്നത്? ഷോർട്ട്സും പിന്നെ ടീഷർട്ടും. അത് പിന്നെ നമ്മുടെ കേരള ജനതയുടെ ആസ്ഥാന ഡ്രസ്സാണല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാലും എൻ്റെ ഷാനവാസേ, കഷ്ടം തന്നെ മൊയിലാളി, കഷ്ടം തന്നെ. നിങ്ങളൊരു കുടുംബ പ്രേക്ഷകരുടെ ഒരു ഇഷ്ട താരമല്ലേ? ഇതേ അയ്യോ സോറി മറന്നുപോയി. അതായത് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പരിപാടി തന്നെയാണ് ഷാനവാസ് പറഞ്ഞത്. അതിൽ ഷാനവാസിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന സീരിയൽ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ ആളുകളില്ലേ, വീട്ടിലിരുന്ന് ഇങ്ങനെ സീരിയലെല്ലാം കാണുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ ഷാനവാസ് പറഞ്ഞത് കറക്റ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് അയ്യോ ഈ മോള് ഭയങ്കര ബോറാട്ടോ, ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം വളരെ മോശമാണ് കേട്ടോ എന്ന് ചിലപ്പം പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രേക്ഷകരുടെ, അതായത് ഷാനവാസിൻ്റെ ഫാൻസിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഷാനവാസ് ഫസ്റ്റ് തന്നെ ആ ഒരു കാർഡ് എടുത്തിട്ടത്. ഷാനവാസ് എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അതായത് കുടുംബ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള, ഓൾറെഡി കയറി പറ്റിയതാണ്. അപ്പം അവിടെ ഒരു ചിരപ്രതിഷ്ഠ നേടാനുള്ള പരിപാടിയാണ് ഷാനവാസ് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും രേണുസുധീൻ്റെ തലവേദന എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ്. കാരണം രേണുസുധി തലവേദനയും വെച്ചുകൊണ്ടാണ് ഒച്ചപ്പാടാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു തലവേദന, ഇത്രത്തോളം തലവേദന എടുത്ത് ഇങ്ങനെ വേദന സഹിച്ച് നിൽക്കുന്ന ഒരാളും തൻ്റെ നേരെ വരുന്ന ഈ പറയുന്ന ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സൗണ്ടിന് എതിരായിട്ട് അതേ ഒരു മീറ്ററിൽ തിരിച്ച് സൗണ്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും രേണുസുധി അഭിനയിച്ചതാണെങ്കിൽ പിന്നെ രേണുസുധീൻ്റെ കുറേ അഭിനയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ രേണുസുധി ഇത് ജെന്യുവനായിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ജെന്യുവനായിട്ടുള്ള തലവേദനയാണോ അതോ ഈ ഇവർ പറഞ്ഞ പോലെ തന്നെ തട്ടിപ്പാണോ എന്നുള്ളതൊന്നും നമുക്കിപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ രേണുസുധീനെ പോസിറ്റീവാക്കി പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ തീരുമാനം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണുസുധിക്ക് കുറച്ച്
സ്പേസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. രേണുസുധീന് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് എല്ലാം കൊടുത്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട്. രേണുസുധി ഒരു പാവത്താനെ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രേണുസുധി തന്നെ പറഞ്ഞു, അതായത് നമുക്കൊരു 10-15 ദിവസം വരെയൊക്കെ അഭിനയിച്ച് നിൽക്കാൻ പറ്റും, പിന്നെ തനി സ്വഭാവം പുറത്തു വരും എന്നുള്ളത്. ഈ ഒരു 10-15 ദിവസം രേണുസുധി അവിടെ ഉണ്ടെങ്കിൽ, ഉണ്ടാവും എന്തായാലും ഒരു 10-40 ദിവസമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 10-40 ദിവസം നിന്നതിന് ശേഷം രേണുസുധി എങ്ങനെയാണെന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം രേണുസുധിക്കുള്ള നെഗറ്റീവ് എല്ലാം മാറി പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബർ ഫാമിലിയിൽ, അതായത് യൂട്യൂബേഴ്സ് ഫാമിലിയിൽ പലർക്കും അടികിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും നാളും രേണുസുധിനെ നമ്മൾ നന്നായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഒരുപാട് പൈസ ഉണ്ടാക്കി, അതായത് ഒരുപാട് അരി മേടിച്ച്, അപ്പം നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടൻറ്റും തീരും. അപ്പം എന്തായാലും ഒന്നാമത്തെ എപ്പിസോഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഈ ആദ്യം തന്നെ കയറി ഇങ്ങനെയെല്ലാം അലമ്പാക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും സീസൺ വന്നിട്ടും ഇവരിതൊന്നും പഠിക്കുന്നില്ലല്ലോ. വെറുതെ ഇങ്ങനെ ഒച്ചയാക്കിയിട്ടോ അല്ലെങ്കിൽ അലമ്പാക്കിയിട്ടോ അടിയാക്കിയിട്ടോ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഇവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇവരെല്ലാവരും ഉണ്ടല്ലോ ഈ പറയുന്ന എന്താണ് ഈ നമ്മുടെ ഇന്ദുചൂടൻ സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ സ്റ്റൈല്, അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അലമ്പാക്കുക, ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ രാജാവാകാൻ പറ്റും എന്നുള്ളത് എവിടുന്നോ കേട്ട് പഠിച്ച് അല്ലെങ്കിൽ എവിടുന്നോ ആരോ അറിഞ്ഞ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവരൊന്നും 6 സീസണും കണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ആണെങ്കിൽ അവർ നോക്കിയും കണ്ടൊക്കെ കളിക്കുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ ടാസ്ക് കൊള്ളായിരുന്നു. ആ കയ്യൊക്കെ ഇട്ട് എന്താ പറയുക ബാഡ്ജ് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, അതിലും അനീഷ് തന്നെയാണ് സ്കോർ ചെയ്തത്. അനീഷ് പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനീഷ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് നാൾ എന്തായാലും നിന്നേ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടൻറ്റൊക്കെ കിട്ടണ്ടേ. അനീഷിനെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ അനീഷ് കുറച്ച് നാൾ നിൽക്കട്ടെ. പിന്നെ ഷാനവാസിനെ പോലുള്ളവരെ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോ. ഷാനവാസിൻ്റെ വായിൽ നിന്നും പലതും വീഴാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പാണ്. അനീഷ് അല്ല ഈ ഒരു സീസണിലെ സ്ത്രീ വിരുദ്ധൻ എന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. സ്ത്രീ വിരുദ്ധൻ എന്നുള്ള ടാഗ് ലൈനിലാണ് അനീഷ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അനീഷ് സ്വയം കണ്ടുപിടിച്ച ഒരു സ്ഥാനപ്പേരാണ് സ്ത്രീ വിരുദ്ധൻ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അനീഷിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്ത്രീ വിരുദ്ധത വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഉറപ്പിക്കാം അനീഷ് ഒരു സ്ത്രീ വിരുദ്ധനാണെന്നുള്ളത്. പക്ഷേ അറിഞ്ഞുകൊണ്ടാണ് അനീഷ് സ്ത്രീ വിരുദ്ധത പറയുന്നതെങ്കിൽ, അതായത് നമ്മളിപ്പം എന്താ പറയുക, ഈ ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് മോശം പറയണം എന്ന് വിചാരിച്ച് പറയില്ലേ, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അനീഷ് രണ്ടും കൽപ്പിച്ച് വന്ന ആളാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അനീഷ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ബിഗ് ബോസിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പെടാപ്പാട് പെടുന്നതാണല്ലോ. അപ്പോൾ കുറച്ചാൾ നിൽക്കട്ടെ, ഒന്നുമില്ല, ഒരു കോമണർ അല്ലേ, ഇത്രയും സെലിബ്രിറ്റി. പക്ഷെ സെലിബ്രിറ്റി എന്ന് പറയാൻ ആരും ഇല്ലയെന്ന്, അതല്ലേ ഏറ്റവും വലിയ കോമഡി. എത്ര സെലിബ്രിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നതിൽ? സെലിബ്രിറ്റീസ് ആണെന്ന് ഇവർ പറഞ്ഞിട്ടുള്ള അറിവില്ലേ ഉള്ളൂ നമുക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ ആര്യനെ സ്ക്രീനിൽ കാണാനൊക്കെ ഒരു ഗെറ്റപ്പൊക്കെ ഉണ്ട്, അതായത് ഒരു നായകൻ ആക്കാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അത് പുള്ളിക്കാരൻ്റെ ഗെയിമിലും കൂടെ കണ്ടാൽ മതി. ഗെയിമിലും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ആദ്യത്തെ എപ്പിസോഡ് കളറാക്കിയിട്ടുണ്ട്. അത് അനീഷും രേണുസുധിയും ഷാനവാസും ഈ പറയുന്ന അഭിലാഷും അപ്പാനി ശരത്തും എല്ലാം കൂടി അങ്ങനെ കളറാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് രണ ഫാത്തിമയാണ്. രണ ഫാത്തിമേൻ്റെ ഏജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയേ വേണ്ട. രണ ഫാത്തിമ ഫയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ എപ്പിസോഡ് ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താണ് പരിപാടി എന്നുള്ളത് നമുക്ക് നാളെ കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഷാനവാസിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഡയലോഗ് അടിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.